നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം പോകരുത്. ശിഷ്യന്മാരുടെ, നമ്മുടെ വിശ്വാസികളുടെ മനസ്സ് കലങ്ങുന്നത് എപ്പോഴാണ്? ചെയ്യേണ്ടത് നമുക്കറിയാം. കർത്താവെ, നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. തൊട്ടു മുമ്പിൽ പത്രോസ് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. കർത്താവ് പറയാണ്, നീ എനിക്ക് വേണ്ടി മരിക്കുന്നത് പോയിട്ട് നീ എൻ്റെ കൂടെ വരത്ത് പോലുമില്ല, നീ 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സ്ഥിതി. കർത്താവ് പറയാണ്, അതുകൊണ്ട് കലങ്ങിപ്പോകരുത്. എന്നെ സ്നേഹിച്ചില്ലല്ലോ, എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലല്ലോ, അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൽ വിശ്വസിപ്പിൻ. അവനിൽ നിങ്ങൾക്ക് ഇടമുണ്ട്, ദൈവസ്നേഹത്തിൽ ഇടമുണ്ട്. 2, വചനത്തിൽ വിശ്വസിപ്പിൻ. നമ്മൾ നമ്മുടെ ശക്തി കൊണ്ടല്ല അവനെ അനുഗമിക്കുന്നതും സ്നേഹിക്കുന്നതും. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതും കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നതും കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്, പിതാവിൻ്റെ സ്നേഹം കൊണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഉറച്ചു വിശ്വസിപ്പിക്കും. 2, വചനത്തിൽ ആശ്രയിക്കും. വചനം നിങ്ങളെ സഹായിക്കും, നമ്മളെ സഹായിക്കും. ദൈവഹിതം ചെയ്യാൻ ദൈവസ്നേഹവും കർത്താവിൻ്റെ വചനവും നമ്മളെ സഹായിക്കും.